ഹായ്, ഇന്ന് ചെമ്മീൻ വെച്ചിട്ട് ഒരു കറിയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും. എങ്കിലും നമ്മുടെ കയ്യിൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1/2 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ലോണം കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ 1/2 കിലോ ഉള്ളത് നമ്മളൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറുതാണെങ്കിൽ ഒരു തക്കാളി, വലുതാണെങ്കിൽ ഒരു അര തക്കാളി. ഈ തക്കാളിക്ക് പകരം പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു 3 പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതാക്കി നുറുക്കിയത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. അത് നമ്മുടെ എരിവിനനുസരിച്ച് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഈ കഷ്ണങ്ങളെല്ലാം മൂടിക്കിടക്കാൻ പാകത്തിന്, അപ്പോൾ ഒരു കപ്പ് വെള്ളം മതിയാകും, ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇത് നമ്മളൊരു അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി നോക്കാം. ചെമ്മീൻ പെട്ടെന്ന് വേവായിക്കോളും. പിന്നെ ഇതിലിട്ടിരിക്കുന്ന തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് അതിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ഇത് കറക്റ്റ് വേവായി നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് ചേർക്കാം. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളയ്ക്കട്ടെ. പിന്നെ കറി താളിക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കറി നമ്മൾ സാധാ താളിക്കുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു. ഉള്ളി മൂത്ത് ഒരുവിധമാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. അത് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടാൻ നല്ലതാണ്. അപ്പോൾ കറി താളിച്ചു. ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, തക്കാളിക്ക് പകരം പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒന്നുകൂടി ടേസ്റ്റാണ്. ഇപ്പം തക്കാളി ഇല്ലെങ്കിൽ അതിന് പകരം കൊടമ്പുളി ഇട്ടിട്ട് നമുക്കിത് സാധാ മീൻ കറി വയ്ക്കുന്ന പോലെ ഇങ്ങനെ തന്നെ വയ്ക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ കറിയൊന്നും ആവശ്യമില്ല. ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.